ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ പല വെറൈറ്റിയിലുള്ള പ്ലാന്റുമായിട്ടാണ് വരുന്നത്. ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലാന്റ് ലവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ പോട്ടാണ് ഈ സെൽഫ് വാട്ടറിംഗ് പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സെൽഫ് വാട്ടറിംഗ് പോട്ടിന്റെ ഒരു 2 സൈസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് സെൽഫ് വാട്ടറിംഗ് പോട്ട് സ്റ്റോക്ക് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള 3 ലെയറിന്റെ ലക്കി ബാംബു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ സെൽഫ് വാട്ടറിംഗ് പോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ നമ്മൾ അടിപൊളിയായിട്ടുള്ള സെൽഫ് വാട്ടറിംഗ് പോട്ട് എന്ന് പറയുന്നത് നമുക്ക് 2 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്മോൾ സൈസും പിന്നെ ഈ ഒരു മീഡിയം സൈസിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. ഞാൻ ഈ പ്ലാന്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണേ. അപ്പൊ ഈ ഒരു 2 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ ലക്കി ബാംബു ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഗ്ലാസ് ബൗളിലൊക്കെ ആയിരിക്കും ഇട്ട് വെക്കുന്നത്. അതിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഗ്ലാസ് ബൗൾസ് ഒക്കെ ചിലപ്പോൾ എല്ലാ വീടുകളിലും കാണും. അപ്പൊ നമുക്ക് ഇട്ട് വെക്കാവുന്നേ ഉള്ളൂ. പിന്നീട് ഒരു കാര്യം തന്നെ നമ്മള് ഓഫീസുകളിലും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ പോട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഇതായിരിക്കും. കാരണം നമ്മൾ ഈ പ്ലാന്റ് മാത്രമായിട്ട് ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനും കുറച്ച് ഭംഗിയായിരിക്കും. പിന്നെ അവർ ആ പ്ലാന്റ് കീപ്പ് ചെയ്യാനായിട്ട് വേറെ പോട്ട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നമുക്ക് 2 കളർ വെറൈറ്റീസിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് വൈറ്റ് കളർ, ഒന്നൊരു ഗ്രേ കളർ, അങ്ങനെ 2 കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. ഇതാ കണ്ടോ, 2 പോട്ടിലും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ എന്ത് ഭംഗിയാണെന്നുള്ളത് കേട്ടോ. ഇതേപോലെ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഈ ഒരു പോട്ടും ഈ ഒരു പ്ലാന്റും ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഇപ്പം മിക്ക ആൾക്കാരും വർക്ക് ചെയ്യുന്നവര് അവരവരുടെ ടേബിളിൽ ഒരു പ്ലാന്റിനെങ്കിലും ഒരു സ്പേസ് കരുതാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ചെറിയ പോട്ടും ഈ ഒരു പ്ലാന്റും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പോട്ടിൽ വാട്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാട്ടർ ചെയ്യേണ്ട ടെൻഷനേ വരുന്നില്ല. അതേപോലെ തന്നെ ലോ മെയിൻ്റെനൻസിൽ തന്നെ ഈ ലക്കി ബാമ്പു നിങ്ങൾക്ക് വളർത്താനായിട്ട് പറ്റും. പിന്നെ ഇത് സെൽഫ് വാട്ടറിംഗ് പോട്ടും ഇപ്പൊ ഞാൻ ഇതിൽ ലക്കി ബാമ്പു ഇട്ട് കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇതിൽ ലക്കി ബാമ്പു മാത്രമേ സെറ്റ് ചെയ്യാവൂന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്ലാന്റ് വേണമെങ്കിലും, ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റോ, എങ്ങനത്തെ പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ സെൽഫ് വാട്ടറിംഗ് പോട്ടിൽ ഇതേപോലത്തെ 2 പോട്ട്സ് ആണ് വരുന്നത്. ഒന്ന് ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പോട്ട്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ ആരും ഗ്ലാസ് പോട്ടാണെന്ന് വിചാരിക്കേണ്ട, ഇത് പ്ലാസ്റ്റിക് പോട്ടാണ്. ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പോട്ടും ഇതേപോലെ ഒരു പോട്ടുമാണ് വരുന്നത്. ഈ പോട്ടിൽ ഇതേപോലെ ഒരു തിരി വരുന്നുണ്ടായിരിക്കും. ഇതുവഴിയായിരിക്കും നമുക്ക് പ്ലാന്റിന് വാട്ടർ കിട്ടുക. പിന്നെ വന്നിട്ട് ഈ പോട്ടിലാണെങ്കിൽ ഒരുപാട് ഹോൾസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ വന്നിട്ട് നമുക്ക് പോട്ടി മിക്സ് ഒക്കെ വച്ച് പ്ലാന്റ്സ് നട്ടതിന് ശേഷം നമുക്ക് ഈ സെൽഫ് വാട്ടറിംഗ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ നടുമ്പത്തേക്ക് ഈ തിരി വഴിയായിരിക്കും ആ പ്ലാന്റിന് വെള്ളം കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഒന്നും വെക്കാതെ നമ്മൾ ക്ലേ ബോൾസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ വെറുതെ പ്ലാന്റ് മാത്രമായിട്ട് ഇട്ട് വെക്കുകയാണെങ്കിലും പ്ലാന്റിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാനുള്ള അത്രയും ഹോൾസ് ഈ ഒരു പോട്ടിലുണ്ട്. അപ്പൊ ഈ സ്മോൾ സൈസ് പോട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈസി ആയിട്ട് വെള്ളം ഫില്ല് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മീഡിയം സൈസ് ബോട്ടിൽ വേണമെങ്കിൽ ഈ ഒരു ഇത്രയും ഒരു സ്പേസ് വരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഈ ലക്കി ബാമ്പു ഒക്കെയാണ് ഇതിൽ, ലക്കി ബാമ്പു, മണി പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ താഴത്തെ പോർഷനിൽ ചെറിയ മീൻ, നമ്മളെ ഫൈറ്റർ ഫിഷ് ഒക്കെ പോലുള്ള മീനുകൾ വേണമെങ്കിൽ വളർത്താവുന്നതാണ്. അങ്ങനെ മീൻ ഇടുമ്പോഴത്തേക്ക് മീനിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. അങ്ങനെ നമ്മൾ മീൻ ഇടുന്ന സമയത്ത് ആ മീനിന് സർവൈവ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിന് എയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എയർ ഹോൾസ് ഈ പോട്ടിന്റെ ഈ വശങ്ങളിലുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവുകയല്ല ചെയ്യുന്നത്, ഇതുവഴിയെ അതിന് എയർ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചെറിയ മീനൊക്കെ, ചെറിയ മീൻ കേട്ടോ, 1-2 ഗപ്പിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഫൈറ്റർ ഫിഷ് ഒക്കെ ഇടാം. ഒരുപാട് വലിയ മീനുകളൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഒരു നമ്മുടെ ഈ പോട്ടിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവുന്ന പറഞ്ഞാണ്. ഈ പോട്ട് വന്നിട്ട് നമുക്ക് മെയിൻ്റെനൻസ് കുറവായതുകൊണ്ടിട്ട് നമുക്ക് ഓഫീസ് സ്പേസിൽ, ഇനി നമ്മുടെ കിഡ്സിന്റെ സ്റ്റഡി ഏരിയയിൽ, അതേപോലെ നമ്മുടെ വീടുകളിലാണെങ്കിൽ കിച്ചണിൽ, ഡൈനിങ് ഏരിയയിൽ, ലിവിങ് ഏരിയയിൽ, നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലും അതേപോലെ തന്നെ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതുകൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെ വെച്ചാലും നമ്മുടെ ഗസ്റ്റിനെയൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ പോട്ട് വന്നിരിക്കുന്നത്.
അപ്പൊ 2 പോട്ടും 2 ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്മോൾ സൈസിന് നമുക്ക് 200 രൂപയും ഈ മീഡിയം സൈസിന് നമുക്ക് 215 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിനി ഇടാൻ പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് നമുക്കിവിടെ മണി പ്ലാന്റ് അവൈലബിൾ ആണ്, അതേപോലെ ലക്കി ബാമ്പു അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിലവിലുള്ളതിൽ ഈ പോട്ടിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ലക്കി ബാമ്പു ആണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെയും കാട്ടി നല്ല ബുഷിയായിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് 3 ലെയറിന്റെ ലക്കി ബാമ്പു വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് പ്ലാന്റിന്റെ സൈസ് ഒന്ന് കാണിച്ചു തരാമേ. കണ്ടോ, ഇത്രയും ബുഷിയായിട്ട് ഒരുപാട് ഷൂട്ട്സോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇപ്രാവശ്യത്തെ ലക്കി ബാമ്പു വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് സാധാരണ പ്ലാന്റ്സ് വരുന്നുണ്ടെങ്കിലും ഇത്രയും ഹൈറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അതാ ഈ ഒരു ഹൈറ്റിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ സെൽഫ് വാട്ടറിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ വാങ്ങി വെക്കണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കളക്ട് ചെയ്യാവുന്നതാണ്. പോട്ടിന്റെ റേറ്റ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിന്റെ സെപ്പറേറ്റ് നമുക്ക് റേറ്റ് വരുന്നത് 315 രൂപയാണ്. ഇങ്ങനെ പ്ലാന്റും പോട്ടും ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇല്ല പോട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, പ്ലാന്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സിന്റെ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഫിലോഡെൻഡ്രോണും അഗ്ലോണിയും ഒക്കെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെയൊക്കെ സെയിൽ വീഡിയോ നമുക്ക് പുറകെ വരുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ സെയിൽ വീഡിയോ മിസ്സാകും. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ സെയിൽ വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.